എന്താണ് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഇൻ ഇംഗ്ലീഷ്? എന്തിനാണ് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ എന്നും സെക്കൻഡ് പേഴ്സൺ എന്നും തേർഡ് പേഴ്സൺ എന്നും ഇംഗ്ലീഷിൽ പറയുന്നത്? നമുക്ക് നോക്കാം. അത് ഈസിയായിട്ട് മനസ്സിലാകാനുള്ള ഒരു മാർഗം ഞാൻ പറയാം. ഫസ്റ്റ് പേഴ്സണായ ഞാൻ അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സണായ ഞങ്ങൾ സെക്കൻഡ് പേഴ്സണായ നിങ്ങളോട് തേർഡ് പേഴ്സണായ അവരെ പറ്റി സംസാരിക്കുന്നു. ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഫസ്റ്റ് പേഴ്സണായ ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ, ഐ, വി. ഓക്കെ. സെക്കൻഡ് പേഴ്സണായ നിങ്ങളോട്, യു. ഓക്കെ. തേർഡ് പേഴ്സണായ അവരെ പറ്റി, ദേ അല്ലെങ്കിൽ അവളെ പറ്റി, ഷീ അല്ലെങ്കിൽ അവനെ പറ്റി, ഹി അല്ലെങ്കിൽ അതിനെ പറ്റി, ഇറ്റ് പറ്റി സംസാരിക്കുന്നു. അപ്പോൾ ആരാണോ സംസാരിക്കുന്നത് അതാണ് ഫസ്റ്റ് പേഴ്സൺ. ആരോടാണ് സംസാരിക്കുന്നത്? നിങ്ങളോട്. അപ്പം നിങ്ങൾ സെക്കൻഡ് പേഴ്സൺ. ആരെ പറ്റിയാണ് സംസാരിക്കുന്നത്? അവരെ പറ്റി അല്ലെങ്കിൽ അവനെ പറ്റി, അവളെ പറ്റി, അതിനെ പറ്റി, അല്ലേ? അപ്പോൾ അതാണ് തേർഡ് പേഴ്സൺ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഐ, ഞാൻ ഒറ്റയാണ്, അപ്പോൾ ഐ. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ. അതുപോലെ യു എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സണാണ്. യു തന്നെയാണ് സിംഗുലറും പ്ലൂറലും. ബിക്കോസ് ഇപ്പോൾ താങ്ക് യു എന്ന് പറയും, ഒരു എക്സാമ്പിൾ പറയുകയാണ്. താങ്ക് യു എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ ആണെങ്കിൽ നമ്മൾ താങ്ക് യു എന്ന് പറയും. കൂടുതൽ പേരുണ്ടെങ്കിലോ താങ്ക് യു ഓൾ എന്ന് പറയും. എല്ലാവർക്കും താങ്ക്സ് എന്ന് ഉദ്ദേശിക്കുന്നു. അപ്പോൾ സെക്കൻഡ് പേഴ്സൺ പ്ലൂറലും സിംഗുലറും യു തന്നെയാണ്. ഇനി തേർഡ് പേഴ്സൺ പ്ലൂറലാണ് ദേ, അവർ, ഒന്നിൽ കൂടുതൽ. അപ്പോൾ അവർ എന്നുള്ളത് തേർഡ് പേഴ്സൺ പ്ലൂറൽ. തേർഡ് പേഴ്സൺ സിംഗുലർ ഹി, ഷീ ആൻഡ് ഇറ്റ്. അവൻ, അവൾ, അത് തേർഡ് പേഴ്സൺ സിംഗുലർ. ഇത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പം ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയി കഴിഞ്ഞു. ഓക്കെ. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഡൂവിൻ്റെയും ഡസിൻ്റെയും പ്രയോഗവും ഹാവിൻ്റെ ഹാസിൻ്റെയും പ്രയോഗവുമാണ്. എവിടെയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഡു ഉപയോഗിക്കുന്നത്, ഡു നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെ സബ്ജക്ട്സിൻ്റെ കൂടെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ, അതായത് ഐ, വി. സെക്കൻഡ് പേഴ്സൺ സിംഗുലർ, സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ, അത് 2, 3 തന്നെയാണ്, യു തന്നെയാണ്. തേർഡ് പേഴ്സൺ പ്ലൂറൽ. ഇത്രയും സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഡു ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഹാവും ഉപയോഗിക്കുന്നു. തേർഡ് പേഴ്സൺ സിംഗുലറിൻ്റെ കൂടെ, സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെ, അത് വളരെ ക്ലിയർ ആണിപ്പോൾ, അല്ലേ? ഹി, ഷീ ആൻഡ് ഇറ്റ്, ഇതാണ് തേർഡ് പേഴ്സൺ സിംഗുലർ. ഇത്രയും ഈ 3 സബ്ജക്റ്റിൻ്റെ കൂടെ മാത്രമേ നമ്മൾ ഡസ് ഉപയോഗിക്കുള്ളൂ, ഹാസ് ഉപയോഗിക്കുള്ളൂ. ഓക്കെ. വേറൊരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ ഒരു വേർബ് എടുക്കാം നമുക്ക്. ഗോ എന്നുള്ള വേർബ് എടുക്കാം. ഗോയിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയാലോ. ഡു പ്ലസ് ഗോയാണ് ഗോ. അതായത് ഗോ എന്ന വേർബിൽ ഹിഡൻ ആയിരിക്കുന്ന, മറഞ്ഞിരിക്കുന്ന, ഒളിഞ്ഞിരിക്കുന്ന 2 വേർബ്സാണ് ഡു പ്ലസ് ഗോ. ഡൂവും ഗോയും കൂടെ ചേരുമ്പോഴാണ് ഗോ എന്ന് നമ്മൾ എഴുതുന്നത്. പക്ഷേ ഐ ഡു ഗോ എന്ന് നമ്മൾ എഴുതാറില്ല, അല്ലേ? നമ്മളെങ്ങനെ എഴുതുന്നത്? ഐ ഗോ എന്ന് പറയും, വി ഗോ എന്നേ നമ്മൾ എഴുതുള്ളൂ, അല്ലേ? പക്ഷേ അതിനകത്ത് ഈ 2 വേർബ്സ് ഉണ്ട്. ഡു പ്ലസ് ഗോയാണ് എപ്പോഴും ഗോ ആകുന്നത്. അത് ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ഫോം ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഇത് ആവശ്യം വരും. ഡൂം, ഡിഡും, ഡസും ഒക്കെ വളരെ നമ്മളതാണ് ആദ്യം ഉപയോഗിക്കുന്നത്, അല്ലേ? മിക്ക ക്വസ്റ്റ്യൻ ഫോംസിൽ. അപ്പം അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും അന്നേരം. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ഇതൊക്കെ ടെൻസിന് നിങ്ങൾക്ക് ആവശ്യമായി വരും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ക്ലിയർ ചെയ്യുന്നത്. ഗോ എന്നുള്ള വേർബിൽ ഉള്ള 2 വേർബ്സാണ്, അതായത് ഈ 2 ഡൂവും ഗോയും കൂടി ചേരുമ്പോഴാണ് ഗോ ആവുന്നത്. അതുപോലെ തന്നെ ഡസും ഗോയും കൂടെ ചേരുമ്പോഴാണ് ഗോസ് ആകുന്നത്. ഓക്കെ. ഗോസ് എന്നുള്ള വേർബിൽ മറിഞ്ഞിരിക്കുന്ന 2 വേർബ്സാണ് ഡസ് പ്ലസ് ഗോ. ഓക്കെ. പക്ഷേ ഹി ഡസ് ഗോ എന്ന് നമ്മൾ എഴുതില്ല, അല്ലേ? നമ്മൾ അങ്ങനെ പറയില്ല. ഹി ഗോസ് എന്നല്ലേ പറയുള്ളൂ, ഷീ ഗോസ് അങ്ങനെയല്ലേ പറയുള്ളൂ. അതുപോലെ ഐ ഗോ, വി ഗോ അങ്ങനെ പറയുള്ളൂ. അപ്പോൾ അക്കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഡു പ്ലസ് ഗോയാണ് ഗോ. അതായത് ഡു പ്ലസ് V1 ഈക്വൽസ് V1.
ഡസ് പ്ലസ് V1 ഈക്വൽസ് V1ൻ്റെ കൂടെ ഒരു എസും കൂടെ ആഡ് ചെയ്യും. അതായത് ഡസ് പ്ലസ് ഗോ, V1 എന്ന് പറയുന്ന ഗോ പ്രസൻറ്റ് ഫോമാണ് അല്ലേ. V1 എന്ന് ഉദ്ദേശിക്കുന്ന വേർബിൻ്റെ പ്രസൻറ്റ് ഫോം അല്ലെങ്കിൽ ബേസ് ഫോം. ഡസ്സും ഈ ബേസ് ഫോമും കൂടെ ചേരുമ്പോഴാണ് ഗോസായി മാറുന്നത്. അതുപോലെ ഡൂവും വേർബിൻ്റെ ഫസ്റ്റ് ഫോം അതായത് ബേസ് ഫോമും കൂടെ ചേരുമ്പോഴാണ് ഗോയായി മാറുന്നത്. നമ്മൾ എഴുതുമ്പോൾ ഐ ഗോ, യു ഗോ, വി ഗോ അങ്ങനെ നമ്മൾ എഴുതുള്ളൂ. അതുപോലെ ഹി ഗോസ്, ഷീ ഗോസ് അങ്ങനെ നമ്മൾ എഴുതുള്ളൂ. അപ്പോൾ ഇതും കൂടെ മനസ്സിലാക്കണം. ഇനി ഹാവും ഹാവിൻ്റെയും ഹാസിൻ്റെയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഹാവ്, ഹാസ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് തേർഡ് പേഴ്സൺ സിംഗുലറിൻ്റെ കൂടെ മാത്രം. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഉണ്ട്, സെക്കൻഡ് പേഴ്സൺ സിംഗുലർ ഉണ്ട്, അതിൻ്റെ കൂടെ ഒന്നും നമ്മൾ ഉപയോഗിക്കില്ല ഡസും ഹാസും ഒന്നും. ഓക്കെ, ഓൺലി ഫോർ ദ സബ്ജക്റ്റ് തേർഡ് പേഴ്സൺ സിംഗുലർ കേട്ടോ. തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെ മാത്രമേ ഡസും ഹാസും ഒക്കെ ഉപയോഗിക്കുള്ളൂ. ഓക്കെ, ഇതും കൂടെ മനസ്സിലാക്കിയിരിക്കാം. സോ അപ്പോൾ നമുക്ക് ടെൻസ് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആയിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ടെൻസ് പഠിക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട്. ടെൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ടെൻസ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഗ്രാമർ ഇതാണ്, ഗ്രാമറിൻ്റെ സെക്ഷനാണ് ശരിക്കും. അത് ശരിക്കും നമ്മൾ നല്ല ഇൻട്രസ്റ്റോട് പഠിക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ, അതായത് നെക്സ്റ്റ് ലെസണിൽ ഞാൻ ടെൻസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. പിന്നെ ഇതൊന്നും അറിയാത്ത ആരെങ്കിലും കാണുവാണെങ്കിൽ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒരുമിച്ചാണ് പറഞ്ഞത് അല്ലേ. അപ്പം അതൊരു കൺഫ്യൂഷൻ വരുത്താൻ ചാൻസ് ഉണ്ട്. കീപ് വാച്ചിങ് റിപ്പീറ്റഡ്ലി. റിപ്പീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിക്കോളും. അപ്പം നല്ല തറവാക്കി വെക്കുക. ഇത് ഓരോ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ടെൻസാണ്, അടുത്ത ലെസണിൽ നമുക്ക് ടെൻസാണ് തുടങ്ങുന്നത്. അതുവരേക്കും ബൈ ഫോർ നൗ, ടേക്ക് കെയർ.